എന്ന് വെച്ചാൽ ഒരു കർമൂസിനെ കൊണ്ട് ഒരു വറവ് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി. ഇതിങ്ങനെ ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പച്ചമുളക് ഒന്നേ വേണ്ടൂ. നമുക്ക് കൂടുതലായാലും ഇത് എരിവ് കൂടുതലുണ്ടാവും. ഇത് അധികം നല്ല എരിവുടിയുള്ള മുളകായതുകൊണ്ട് ഒറ്റ ഒന്നേ വേണ്ടൂ, കൂടുതൽ വേണ്ട. കൂടുതൽ എടുത്താൽ എരിയും. അതുകൊണ്ട് കുറച്ച് നീളത്തിൽ അരിഞ്ഞിടുന്നു. ചെറുങ്ങനെ അരിഞ്ഞിട്ടാൽ ഇത് കടിക്കുമ്പം കാണൂല. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഉള്ളി, ഒരു പച്ചമുളക്, പച്ചമുളക്, പിന്നെ ഒരു ഉള്ളി ചെറുങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഇതും കൂടി. അതിന് കുറച്ച് മഞ്ഞപ്പൊടി ഇടണം, കുറച്ച് ഉപ്പിടണം. എന്നിട്ട് ഇതിൽ കടുവിട്ട് മുളക് ഇട്ടിട്ട് ഇവിടെ അടുപ്പത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒട്ടാകെ തിരുമ്പി വെക്കണം. എന്നിട്ട് ഇതിന് പണിയൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇവിടെ തിരുമ്പി വെക്കണം. നല്ല നല്ല രുചിയാണ്. ഇത് കണ്ടാൽ കേവേജ് അല്ലാന്ന് ഒരാൾക്ക് പറയാൻ കഴിയില്ല, ഒരാൾക്ക് തിരിയോ ഇല്ല. നമ്മളിതിങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ പിന്നെ മല്ലിപ്പൊടിയും തേങ്ങയും എല്ലാം കൂടി അരച്ചിട്ട് അതുകൂടെ കുടച്ചിട്ട് ഇതിൽ പുളിയാക്കിയിട്ട് സാമ്പാർ വെക്കാൻ പറ്റില്ല. ഇത് കപ്പക്ക തന്നെയാണ്, ഈ ഓമക്ക തന്നെയാണ്. കണ്ട, ഓമക്ക തന്നെയാണ്. പരിപ്പും ഓമക്കയും ഒരു ഉള്ളിയും കൂടിയാണ് ഇത്. ഞാൻ കണ്ട ഇതേപോലെ ഞാൻ വേവിച്ചിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതുകൂടി അടുപ്പത്ത് ഇപ്പോഴത്തെ ഭാഗത്ത് അതും വെക്കാം. എല്ലാം ആകുമ്പം ഒരുപാട് സമയമായി പോലെ, അതുകൊണ്ട് അത് ആദ്യം അങ്ങനെ വെച്ചിന്. ഇതിപ്പോൾ ഇവിടെ വെച്ചു. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത് വറവിന് ഞാൻ കടുവും പിന്നെ മുളകും വറ്റൽ മുളകും കൂടി ഇട്ടിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇപ്പുറം വറക്കാൻ വെക്കുന്നത്. അത് അപ്പുറത്തെ ഇതിന് ഒന്നിച്ചാവുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിടെ കുറച്ച് തേങ്ങയും കൂടെ ചെരുവ് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. കറിവേപ്പിലയും കൂടി ഇതിനകത്ത് വറവിന് ഇടുന്നുണ്ടേ. കറിവേപ്പില നല്ലതാണ്. കറിവേപ്പില എല്ലാത്തിനും നല്ലതല്ലേ, നല്ല ടേസ്റ്റും ഉണ്ടാവും, നല്ല ഒരു മണവും നല്ലതാണ്. ഇനി പച്ചക്കറിവേപ്പിലും കൂടി നല്ല, പക്ഷേ ഞാൻ പച്ചയിനിടുന്നില്ല, വറവിലിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കണ്ട ഉണ്ടല്ലേ, ഇത് വെളിച്ചെണ്ണ. ഇതിൻ്റെ രുചി പറയാൻ കഴിയില്ല, നിങ്ങളത് നോക്കിയാലേ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. അത്രയും ടേസ്റ്റുള്ള സാധനമാണ് ഇത്. ഇതിനകത്ത് ഞാൻ ഈ സാമ്പാറിന് വെറും പരിപ്പും ഈ ഓമക്കയും തന്നെയാണ്. നല്ല ടേസ്റ്റാണ് വെച്ചാൽ അതിന്. പക്ഷെ മഞ്ഞൾപ്പൊടി എല്ലാം ഞാൻ വറുത്തിട്ടാണ് ഇതിനകത്ത് ഇടുന്നത്. മഞ്ഞളിട്ടിനി, പക്ഷെ എന്നാലും മഞ്ഞൾപ്പൊടി ഞാൻ വറുത്തിട്ട് ആ വറവിൻ്റെ മണം നല്ല ടേസ്റ്റാണ്. മഞ്ഞളിൻ്റെ വറവ് അതും കൂടി ഇതിനകത്ത് ആക്കിയിട്ടുണ്ട്. ഉണ്ടല്ലോ ഇതേപോലെ ഞാൻ ഇതിനകത്ത് ഇതിങ്ങനെ ആക്കിയിട്ട് ഇതും കൂടി അതിൽ അടുപ്പത്ത് പോയിക്കട്ടെ. ഇതായി അത് ബന്ധു വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരമായി. എന്നിട്ടാണ് ഞാനത് എടുക്കുന്നത്. എന്താ അടുപ്പത്ത് വെച്ചത് എല്ലാം ഒന്നിച്ച് ആയിക്കോട്ടെ നേരിട്ടിട്ടാണ്. കണ്ടോ, ഇതേപോലെ ഉള്ളി ആദ്യം എടുത്തിട്ടെ, ഉള്ളി മുളകും. കണ്ടോ, ഇത് ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കൂടി ഇടാം. കണ്ടില്ലേ, ഉണ്ടല്ലോ ഇതേപോലെ. ഇതേപോലെ നമുക്ക് ഇതും കൂടിയിലിടാം. എല്ലാം കൂടിയിലിട്ടിട്ട് നല്ല കണ്ടീഷനായിട്ട് എടുക്കാം. ഒന്നും വേണ്ട, ഒന്നിച്ചിട്ടാൽ മതി. എല്ലാം ഒന്നിനും അതിന് വേവില്ല. എന്താ വെച്ചാൽ ഉള്ളിക്കായാലും ഞാൻ ചെറുങ്ങനെ അരിഞ്ഞിട്ടില്ല. ഇതേപോലെ തന്നെ ഇതിൻ്റെ അരിവ് പോലെ തന്നെ അതും അരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിപ്പം നല്ല അടിപൊളിയാണ്. കുറച്ചും കൂടി മഞ്ഞപ്പൊടി വേണമെന്നറിയില്ല, കളറ് കുറവാണ്. ഞാൻ മുളക് പൊടി ഇടുന്നില്ല ഇതിന് കേട്ടാ. ആ പച്ചമുളക് മാത്രം മതി, അതന്നെ ജാസ്തിയാണ്. നമുക്കത്രേ എരിവ് പറ്റൂല. അതുകൊണ്ട് ഉണ്ടല്ലേ, ഇത് സാമ്പാറിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഇത് ലേശം ഇളക്കിയിട്ട് ഒരു ഏലാക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുപ്പത്ത് ആക്കാം. കുറച്ചൊന്ന് ഇളക്കിയിട്ട് ഒരു വേല് വരട്ടെ, അല്ലെങ്കിൽ ഒരു ലെവലായി കിട്ടില്ല. ഉപ്പൊന്നും കളി കിട്ടില്ല. ഉപ്പ് പെരക്കി ഞാൻ ആദ്യം പെരക്കി വെച്ചിട്ടില്ല, കാണിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഉപ്പെല്ലാം ഇട്ടിട്ട് പിന്നെ ഇളക്കി വെച്ചിട്ടില്ല. എന്താ ഇങ്ങനെ ഇട്ടാലും മതി. ഉപ്പ് എങ്ങനെ ഇട്ടാൽ ഉപ്പ് പൊടിയല്ലേ, ഉപ്പല്ലല്ലോ. പണ്ടത്തെ പോലെ ഉപ്പല്ലല്ലോ, ഇപ്പം എല്ലാവർക്കും ഉപ്പ് പൊടിയല്ലേ. നല്ല അടിപൊളി സാധനം ചെയ്ത് തിന്നാൽ നിങ്ങളിപ്പം ഒരു കല ചോറ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാര്യമാണെന്ന് അറിയില്ല. അത്രയും ടേസ്റ്റാണ് ഈ സാധനം, അത്രയും രുചിയാണ് ഈ സാധനത്തിൻ്റെ രുചി. അറിയാം, അത്ര രുചിയാണ് പിന്നെ ഇത്.
ഉണ്ടല്ലേ ഇതേപോലെ എന്ത് രുചിയാണെന്നറിയോ? അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ, ഇത് അരിഞ്ഞിട്ട് കാണുമ്പോൾ തന്നെ, വെക്കുന്നതിലൊക്കെ കാണുമ്പോൾ തന്നെ ഇനി രുചിയാ. നല്ല എന്തോ ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിക്കല് ഇഞ്ചി, പച്ച ഇഞ്ചിയെല്ലാം ചതക്കിയിട്ടിടാം, എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഞാൻ അതൊന്നും നിൽക്കുന്നില്ല, അതൊന്നും ഇടുന്നില്ല. പച്ച ഇഞ്ചി ചതക്കിയിട്ടിട്ട് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് വേണ്ട, അതുകൊണ്ടാണ്. ഇനി ആ ഇഞ്ചി എടുക്കേണ്ടെങ്കിൽ ഞാൻ പോയി അവിടുന്ന് പോയി പറിച്ച് കൊണ്ടുവരണം. അതെല്ലാം ഞാൻ തന്നെ മുറിച്ചിടണം, അതൊന്നും കഴിയില്ല. ഇതൊന്ന് എളുപ്പത്തിൽ നിങ്ങളിന്ന് ഇടയ്ക്ക് ഒരു കുക്കിംഗ് കാണിച്ചു തരുകയും ചെയ്ത് വേഗം ആകുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഈ ഓമക്ക കൊണ്ട് തന്നെയാണ് ഈ 2 പരിപാടി ഞാൻ എടുക്കുന്നത്. ഇതിപ്പോൾ ഇത് ഇതിൽ വയ്ക്കട്ടെ. എന്താ ഇത് ഞാൻ ഇതിൽ വയ്ക്കുന്നുണ്ട്. എന്താ ഗ്യാസ് ഊറ്റി 2 നീരാ തന്നെ ആയിപ്പോയി, അതുകൊണ്ട് അരുവിൽ വെക്കാൻ സൗകര്യമില്ല. എന്താ ഇതേപോലെ ഇതിൽ ഒഴിച്ചു വേണ്ട. ഇനിയിപ്പം ഉണ്ടല്ലേ അതായത് പുളി എല്ലാം അതിൽ തന്നെ ഒന്നിച്ചരക്കുമായി ഞാൻ പൊതിർപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ അരക്കല്. നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല രസം ഉണ്ടാവും. ഈ നമുക്ക് ഞാൻ അധികം വാട്ടി അരക്കുക വെച്ചാൽ നല്ലോണം വറുത്തിട്ടില്ല, ഒരു ഏകദേശം ഒരു ചൂടാക്കിയിട്ടേ അരച്ചിട്ടില്ല. അതുകൊണ്ട് ചുമന്ന കളറ് കിട്ടൂല. പിന്നെ ബീറ്റ്റൂട്ട് അങ്ങനത്തെ ഒന്നും ഉണ്ടെങ്കിൽ ചുമന്ന കളറ് കൂടുതൽ കിട്ടുള്ളൂ. പിന്നെ എൻ്റെ മുളക് ഇവിടുത്തെ മുളകാണ്, കുറച്ച് പൊടിപ്പിച്ചിട്ട് കുറച്ചായിപ്പോയി, അത് ലേശം കളറും കുറഞ്ഞു പോയി. ഞാൻ കുറച്ച് മുളക് ഇട്ടേരും സാമ്പാറിന്, അതുകൊണ്ടാണ്. പിന്നെ മഞ്ഞൾ ഒരുപാട് ഇട്ടാൽ ചുവക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾ ഒരുപാട് ഇടാതിരുന്നത്. വേണ്ട ഇതേപോലെ ഇത്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഇതിൽ സാമ്പാർ പൊടി വറുത്തിടുക ചെയ്യുക. സാമ്പാർ പൊടി കുറച്ച് ഒരു സ്പൂൺ പോലെ എടുത്തിട്ട് അതിന് വറുത്തിടുക ചെയ്യുക. മല്ലിപ്പൊടി എല്ലാം ഞാൻ അതിൻ്റെ അകത്ത് അരച്ചിട്ടുണ്ട്. തേങ്ങയും എല്ലാം കൂടി ഞാൻ ചൂടാക്കിയിട്ടാണ് അരച്ചത്. ചൂടാക്കി നല്ലോണം വറുത്തിട്ടില്ല, ചോക്ക വറുത്തിട്ടില്ല. അത് വേണ്ടാന്ന് വെച്ചിട്ട് അതിന് ഇതിൻ്റെ ടേസ്റ്റ് ഒരു ജാതി ടേസ്റ്റാണ്. മറ്റേനെക്കാട്ടിലും നല്ല ടേസ്റ്റ് ഇതാണ്, ഒരു പറ്റോട് കൂടിയിട്ട് വരും. ഉണ്ടല്ലേ നല്ല എന്താ പറയുന്നത്, എന്താ വറവ് കണ്ടില്ലേ? ഇതാ സാമ്പാറും വറവും വേണ്ട എന്താ ഉണ്ടല്ലേ? ഇതാ സാമ്പാർ ഇതാ ഉണ്ടല്ലേ, കാണുന്നില്ലേ? ഇരുടായിപ്പോന്നു ഇടാ അല്ലേ, ഇരുട്ടായിപ്പോന്നു. ഉണ്ടാ സാമ്പാർ കപ്പക്കയാണ്, എന്നാലും കപ്പക്ക ആയാലും കണ്ട കപ്പക്കയാണ്, കണ്ടില്ലേ കപ്പക്ക. പക്ഷെ അത് നല്ല ടേസ്റ്റാണ്, നല്ല രുചി ഉണ്ടാവും. നിങ്ങളിത് കൂട്ടി നോക്കിയാലേ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. എന്താ ഇത്ര ക്ഷണേ വേണ്ടു, വറവായി. എന്താ ഈ വറവൊന്ന് നിങ്ങളെ കാണിച്ചു തരാന്ന് വെച്ചിട്ട് എനിക്കിത് ഇഷ്ടപ്പെട്ട് ഞാനിത് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിക്കുന്നത്. പിന്നെ ആരും ഇനി അങ്ങനെ എന്നോട് പറഞ്ഞു നിങ്ങൾ എളുപ്പത്തിലുള്ള വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന കുക്കിംഗ് എല്ലാം ചെയ്യണേ എന്നാണ്. ഇതിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, കണ്ടില്ലേ? ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടായി. ഇനിയിപ്പം ഞാൻ ഇനിയിപ്പം വേണ്ട. ഇനിയിപ്പം അതിന് ഞാൻ അടുപ്പത്ത് കടുക് ഇടുന്നുണ്ട്, കരിവേപ്പിലയും പിന്നെ ഇതും കൂടി മുളകും കൂടി ഇട്ടിട്ടുണ്ട് വറുത്തിടാൻ, സാമ്പാറിന് വറുത്തിടാൻ. ഇനി അതിൻ്റെ അകത്തുനിന്ന് ഇട്ട് വെച്ചാൽ പിന്നെ ഈ സാമ്പാർ പൊടി ഇടണം. അത് ആയി പൊട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ സാമ്പാർ പൊടി കൂടി ഇടണം. കണ്ടില്ലേ? അത് ആ വറുത്തിട്ടാൽ അതിൻ്റെ രുചി ഉണ്ടാവുക. ഞാൻ ഒരുപാടൊന്നും സാമ്പാർ പൊടിയൊന്നും ഉപയോഗിക്കില്ല, കുറച്ച് മാത്രം. മല്ലിപ്പൊടി ആയാലും എന്തെന്നായാലും ഉണ്ടല്ലേ. ഉണ്ടല്ലേ ഇതേപോലെ ഇത് പൊട്ടിയിട്ടാകുമ്പോൾ കടുക് പൊട്ടി കഴിയണം, എന്നിട്ടാകുമ്പോൾ ഇടാതെ ഉണ്ടാ സാമ്പാർ പൊടി അല്ല ഞാൻ കരിഞ്ഞു പോകും. ഉണ്ടാ കുറച്ചേ വേണ്ടൂ, അങ്ങനെ അത്രയേ ഇടലില്ല, ഒരുപാട് പൊടിയൊന്നും ഇടലില്ല എന്തിൻ്റെ ആയാലും. അത് അതിന് വേണ്ട ഇതേപോലെ പാകത്തായിട്ടാകുമ്പോൾ ഇതിൻ്റെ അകത്ത് വറുത്തിടും. ഉണ്ടല്ലേ സാമ്പാർ റെഡി. സാമ്പാറുമായി വറവുമായി പെട്ടെന്നായില്ലേ, 2 കറിയും കൂടി കണ്ട നല്ല അടിപൊളി കറിയാണ്. ഉണ്ടല്ലേ? ഇനി ഞാനത് വിളമ്പിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട ഇതാ വറവും ഇതാ വറവ് കണ്ട സാമ്പാറും കൂടി കണ്ട ഉണ്ടല്ലേ? ഞാൻ വിളമ്പ് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ട ഇത് സാമ്പാർ, ഇത് വറവ് കണ്ട. ഇതാൻ്റെ അടിപൊളി സാമ്പാറും വറവും കേട്ടോ. നിങ്ങൾ കണ്ട നല്ല എന്നാൽ കളറ് നോക്കിയാൽ നല്ല രസമില്ലേ? ഇത് 2 ഓമക്ക വീടുള്ള സാമ്പാറാണ് കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ? ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക്, ഇത് പെട്ടെന്നാക്കാൻ കഴിയും. പിന്നെ ഇന്നിപ്പോൾ ഇത്രയോളം, നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും. നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.